പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം ഇതേപോലെ പച്ച കളറുള്ള ഒരു തുണി എടുക്കുക. എന്നിട്ട് അതിലേക്ക് വലിയൊരു റൗണ്ട് വരച്ചെടുക്കണം. എന്നിട്ട് ആ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല, ഏകദേശം നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടിയാൽ മതി. ഒന്ന് നാലായിട്ട് മടക്കിയിട്ട് ഏകദേശം ആ ഒരു അളവിൽ വരുന്ന രീതിക്ക് നമ്മൾ കുറച്ച് ഇതള് പോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 12 പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം വെച്ചിട്ട് അരികൊന്ന് അടിച്ചു കൊടുക്കണം. അടിഭാഗം അടിക്കേണ്ട, അല്ലാതെ അങ്ങ് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നഖം മറിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ ഇങ്ങനെ മറച്ചിട്ടിട്ട് അതിലേക്ക് ഈ ഇലയിലൊക്കെയുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയും 12 എണ്ണം കട്ട് ചെയ്ത് കൂട്ടിയടിച്ചപ്പോൾ ഒരു 6 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ റൗണ്ട് കട്ട് ചെയ്തതിൻ്റെ അരികൊന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഇതളിൻ്റെ ഷേപ്പുള്ള ഈ ഇതള് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ 1-2 ഇതളിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. സാധാരണ തയ്ക്കണേലും നല്ലത് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. ആ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കോട്ടനോ അല്ലെങ്കിൽ തുണിയായാലും നമ്മൾ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ബാക്കി കിടക്കുന്ന തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കണേക്കാളും മുമ്പേ നമ്മൾ ഇതിൻ്റെ അരികൊന്ന് തുന്നിയെടുക്കുകയാണ്. വെറുതെ ഇങ്ങനെ തുന്നി എടുക്കുകയാണ്. ഇത്രയും നമ്മൾ തുന്നിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റ് തുണി നിറച്ച് വയ്ക്കുക. മാക്സിമം തിക്കായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ നൂലിന്ന് വലിച്ചെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം, ഊരി പോരാണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓരോ ഇതളിങ്ങനെ മടക്കി വെച്ചിട്ട് ഫുള്ള് തുന്നണ്ട, അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയത് അവർക്ക് കളിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വെജിറ്റബിൾ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാമേ. ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ. For watching.